ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്ന ഒരു ഐതിഹ്യ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ എങ്ങനെ ആ ക്ഷേത്രം ഉണ്ടായി എന്നതാണ് പറയുന്നത്. ഭഗവാന്റെ, അതായത് ഭഗവാൻ ബ്രഹ്മാവ് നമ്മുടെ നാരായണൻ്റെ ഒരു വിഗ്രഹം അദ്ദേഹം വർഷങ്ങളായിട്ട് പൂജിച്ചു വന്നിരുന്നു. ആ വിഗ്രഹം ഒരു നാൾ ഭക്തനായ സ്വരൂപ മഹർഷിക്കും ഭാര്യയായ പൃഷ്ണി ദേവിക്കും കൊടുത്തു. അപ്പോൾ അവരതെന്ത് ചെയ്തു? അവർ ഭക്തിയായിട്ട് അതിനെ പൂജിച്ചു. അങ്ങനെ ആ സുരുബ്ധ മഹർഷിയും ഭാര്യയായ പൃഷ്ണിയും രണ്ടാമതൊരു ജന്മമെടുത്തു. രണ്ടാമത് ജന്മമെടുത്തത് കശ്യപ മഹർഷിയും അതിഥി ദേവിയായിട്ടുമാണ്. ആ സമയത്തും ബ്രഹ്മാവ് വന്ന് അവർക്ക് ഈ സെയിം വിഗ്രഹം തന്നെ, അതായത് ഈ നാരായണൻ്റെ ഈ വിഗ്രഹം തന്നെ കൊടുത്തു. അവർ ആ വിഗ്രഹത്തെ നന്നായി പ്രാർത്ഥിച്ചു പൂജിച്ചു പോന്നു. അതിനുശേഷം മൂന്നാമതായിട്ട് വസുദേവരും ദേവകിയായിട്ട് കശ്യപ മഹർഷിയും അതുപോലെ അതിഥി ദേവിയും മൂന്നാമത് ജന്മമെടുത്തു. അപ്പോൾ അങ്ങനെ ആ ജന്മത്തിലും അവർക്ക് നാരായണൻ്റെ ഈ വിഗ്രഹം ബ്രഹ്മാവ് കൊണ്ടുവന്ന് കൊടുത്തു. അവർ നന്നായിട്ട് ആ വിഗ്രഹത്തെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ദ്വാരകയിലായിരുന്നു ഈ വിഗ്രഹം സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭൂലോക അവതാരം അവസാനിപ്പിക്കാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ദ്വാരകയിൽ നിന്ന് പോകും. അപ്പോൾ ദ്വാരക മുഴുവൻ കടലിൽ പോകുമെന്ന് ഭഗവാൻ അറിയാം. ഈ സമയത്ത് ഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും വിളിച്ച് ഈ വിഗ്രഹം പുണ്യസ്ഥാനത്ത് സ്ഥാപിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അവരെന്ത് ചെയ്തു? അല്പസമയം ഈ വിഗ്രഹം അവരുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് സമയത്തിന് ശേഷം തന്നെ ദ്വാരക കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗുരുവും വായുവും കൂടെ ഈ ദിവ്യ വിഗ്രഹവുമായി യാത്ര തുടർന്നു. അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒടുവിൽ അവർ ശിവപാർവതിമാര്, അതായത് ശിവഭഗവാനും ദേവിയും ആനന്ദ നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തി. അവിടെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഈ സ്ഥലം ഏറ്റവും പുണ്യമുള്ളതാണ്, ഈ വിഗ്രഹം ഇവിടെ നിങ്ങൾ സ്ഥാപിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ വിഗ്രഹം, നാരായണൻ്റെ ഈ വിഗ്രഹം മന്ത്രധ്വനികളോടെയും സകല വേദമന്ത്രങ്ങളോടെയും എന്ത് ചെയ്തു? അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ശിവനും പാർവതിയും അടുത്ത് തന്നെയുള്ള മമ്മിയൂരിൽ എന്ത് ചെയ്തു? വാഴാൻ തീരുമാനിച്ചു. അപ്പോൾ അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ഈ ഒരു കഥ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.